ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി സ്നാക്സാണ് ചെമ്മീൻ പക്കോട. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ചെമ്മീൻ 200 ഗ്രാം. ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പകുതി വേവിച്ചെടുത്തതാണ്. കടലപ്പൊടി 3 ടീസ്പൂൺ, വറുത്ത അരിപ്പൊടി 2 ടീസ്പൂൺ, കോൺഫ്ലോർ 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വറുത്തെടുക്കുവാൻ ആവശ്യമായ വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി നുറുക്കിയത് 1 ടീസ്പൂൺ. ആദ്യം മാരിനേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ചെമ്മീനിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചെമ്മീൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് ഇവിടെ അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കടലപ്പൊടിയും 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യുവാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ പാകത്തിലാക്കണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഓരോന്നായി എടുത്ത് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കണം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിടണം. 2 സൈഡും വെന്ത് മുരിഞ്ഞ പാകത്തിൽ ഇത് കോരിയെടുക്കാം. ചെമ്മീൻ പക്കോട തയ്യാറായി. സോസ് ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.